ചേട്ടാ, എന്താണ് ഈ ഇപ്പോഴത്തെ നടക്കുന്ന ഈ ഓൺലൈൻ ടാക്സിക്കാർ അതുപോലെ തന്നെ ഈ പരമ്പരാഗതമായ ടാക്സിക്കാർ തമ്മിലുള്ള പ്രശ്നം? ഇപ്പൊ തന്നെ ഈ വിദേശികൾ വീണ്ടും മൂന്നാർ വന്നു, വീണ്ടും വണ്ടി തടസ്സപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അതിന്റെ എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ആസ് എ ഡ്രൈവർ എന്ന രീതിയിൽ? അതിനെപ്പറ്റി പറയണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂബർ എന്നുള്ള ഈ വിദേശ കമ്പനി എന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനി, ഇതാണ് മെയിൻ പ്രശ്നം. ഇവരുടെ റേറ്റ് സിസ്റ്റം, അതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത്. നമുക്കിവിടെ കേരളത്തിൽ ഓല ഓടാൻ പറ്റും, യൂബർ ഓടാൻ പറ്റും, കേരള സഫാരി ഓടാൻ പറ്റും, റാപ്പിഡോ, ഈ 4 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതല്ലാതെ കുറെ ആപ്പുകളുണ്ട്. ഫേമസ് ഒരു നാലെണ്ണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാരെ പിടിയണ ഒരു കമ്പനി എന്ന് പറഞ്ഞത് യൂബറാണ്. ബാക്കി ഈ ഒല എന്ന് പറഞ്ഞത് ഇന്ത്യൻ കമ്പനിയാണ്. അത് വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ ഒല ഓടുന്ന ഒരാളാണ്. യൂബർ ഞാൻ ഓടിക്കൊണ്ടിരുന്നതാണ്, യൂബർ ഓടി മതിയാക്കിയതാണ്. കാരണം അതിന്റെ റേറ്റ് സിസ്റ്റമാണ്. ഞാൻ കൂടുതലും ഇന്റർസിറ്റി ഔട്ട് സ്റ്റേഷൻ ട്രിപ്പുകളാണ് ഓടുന്നത്. സിറ്റി റൈഡുകൾ ഞാൻ ഓടാറില്ല. അപ്പൊ സിറ്റി റൈഡ് ഓടാൻ എനിക്ക് തോന്നുന്നത് യൂബർ കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. സിറ്റിയിൽ ഓടാൻ ഡ്രൈവർമാർക്ക് യൂബർ ഓടിയാൽ മുതലാവും, ഇല്ലെന്ന് പറയല്ലേ. ഔട്ട് സ്റ്റേഷൻ ഓടണവർ യൂബർ മാക്സിമം ഓടാതിരിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം, കൊച്ചി, ഈ 2 സ്ഥലം എടുക്കാം. ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളിപ്പോൾ വിദേശം വന്നെങ്കിൽ വർക്കല ഒരു ട്രിപ്പ്, ഇത് ഔട്ട് സ്റ്റേഷനാണ്. കാരണം വർക്കലയിൽ നിന്ന് തിരിച്ച് ട്രിപ്പ് കിട്ടാത്ത സ്ഥലമാണ്. അപ്പൊ അത് ഔട്ട് സ്റ്റേഷൻ ആയിട്ടാണ് വന്നത്. അത് യൂബറിലാണെങ്കിലും ഇന്റർസിറ്റി അങ്ങനെ വരും. അപ്പൊ യൂബറിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു വർക്കല ട്രിപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്റെ വലിയ വണ്ടിയാണ്, അപ്പൊ 6 സീറ്റ് വണ്ടി, 7 സീറ്റർ വണ്ടി. അപ്പൊ അതിൽ ഒരു 1450 രൂപ കൂടുതൽ നമുക്ക് യൂബറിൽ തരത്തില്ല. അതിൽ കമ്മീഷൻ, പിന്നെ കമ്മീഷൻ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഒരു 1300 രൂപ ചേർത്താൽ ഒരു ആട്ടോ പോകണമെങ്കിലും 1500 രൂപ കൊടുക്കണം വർക്കലയിൽ. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വർക്കല പോകണമെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ട്രിപ്പ് എടുത്ത് വർക്കലയിൽ നിന്ന് റിട്ടേൺ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കലയിൽ നിന്ന് യൂബർ ഓടുന്നത് നഷ്ടമാണ്. അപ്പൊ ഞാൻ പറയണത് യൂബർ ഓടാതിരിക്കുക എന്നേ പറയുള്ളൂ. പിന്നെ ഒല എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അത് ഇന്റർസിറ്റി അല്ല, ഔട്ട് സ്റ്റേഷൻ ആയിട്ട് വരും. അത് നമുക്ക് ഇവിടെ നിന്ന് വർക്കല പോകണമെങ്കിൽ ഉള്ള എമൗണ്ട് എന്ന് പറഞ്ഞത് 2100 രൂപ, 1600 രൂപ, അതിനിടയ്ക്കുള്ള എമൗണ്ട് ആയിരിക്കും. 1600, 1700 ആ ഒരു എമൗണ്ട് ആയിരിക്കും. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എമൗണ്ട് ആണ് നമുക്ക് തന്നെ. ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് സാധാ ഓടണ എമൗണ്ടിനെക്കാട്ടിയും ചിലപ്പോൾ 1 രൂപ 2 രൂപ കുറവായിരിക്കും. അതിനുവേണ്ടിയാണ് ആൾക്കാർ യൂബർ, ഓല അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഡ്രൈവർമാർ അതിനകത്തെ ഓടാവും. അപ്പൊ ആ ഒരു ഇതുള്ള പ്രശ്നം. പിന്നെ യൂബർ ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയണേക്കാട്ടി കാണിച്ചു തരാം. യൂബർ, ഒല, കേരള സവാരി, ഈ 3 ആപ്പിൻ്റെ അത് കാണിച്ചു തരാം. ഒല എൻ്റെ ആപ്പിൽ എൻ്റെ മൊബൈലിൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യൂബർ കാണിച്ചു തരാം, കേരള സവാരിൻ്റെ അതും കാണിച്ചു തരാം. കേരള സവാരിയും ഒലയും ഏതാണ്ട് സെയിം റേറ്റാണ് പറഞ്ഞത്. ഔട്ട് സ്റ്റേഷൻ പോകുമ്പോഴേക്ക് ഞാൻ ഓടുന്ന ആളായതുകൊണ്ടാണ് ഇത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി ഞാൻ ഇത് മൊബൈലിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ഡ്രൈവർമാർ, ഇപ്പൊ വർക്കലയിലുള്ള ഡ്രൈവർമാരെ, മൂന്നാറുള്ള ഡ്രൈവർമാരെ പ്രശ്നം ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ കാരണം അവിടെ നിന്ന് റിട്ടേൺ ട്രിപ്പ് എടുക്കണതാണ്. ഇവിടെ നിന്ന് അവരെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അവർ ആരും ഇതുവരെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ യൂബർ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ് ഓടണത്. ട്രിവാൻഡ്രത്ത് ഓടുമ്പോഴത്തേക്ക് യൂബറിൽ ഒരു ട്രിപ്പ് എനിക്ക് പോകാനുള്ളത് വർക്കലയാണ് പോകാനുള്ളത്. വർക്കല ക്ലിഫ്. എന്റെ സ്ഥലം എയർപോർട്ട്, ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ് എന്റെ സ്ഥലം വെച്ചിരിക്കുന്നത്. എനിക്ക് അത് ഇവിടെ വലിയതുറ ആകുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്. ഇനി വെച്ചിരിക്കുന്നത് വർക്കല ക്ലിഫിലോട്ടാണ് എനിക്ക് പോകാനുള്ളത്. വർക്കല ക്ലിഫിൽ പോയാൽ യൂബറിൽ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ എനിക്കിതിൽ റേറ്റ് പറഞ്ഞത് കാണിച്ചു തരാം. ഇതാ എക്സലിൽ പറഞ്ഞത് 1369 രൂപയാണ്. സെഡാനിൽ പറഞ്ഞത് 1276 രൂപയാണ്. ഇതിൽ ചെറിയ വണ്ടി മിനി പറഞ്ഞത്, ഗോ ഇന്റർസിറ്റി പറഞ്ഞത് 1242 രൂപയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞത്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്, വർക്കലയോട്ട് പോകുമ്പോഴത്തേക്ക്. ഇനി ഞാൻ തിരിച്ച് ഒരു ട്രിപ്പ് ബുക്ക് ചെയ്ത് തരാം. തിരിച്ച് ബുക്ക് ചെയ്യണത് വർക്കല ക്ലിഫ് എന്ന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്, 1 വേ. ഇതിൽ എനിക്ക് റേറ്റ് പറഞ്ഞത് എക്സെല് പറഞ്ഞത് 933 രൂപയാണ്. 1300 രൂപ നേരത്തെ കാണിച്ച സ്ഥലത്ത് ഇപ്പൊ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 930. ഇതില് ഒരു ഡ്രൈവറിന് ഇതിന്റെ കമ്മീഷനും പോയിട്ട് ചിലപ്പോൾ കിട്ടണത് 800 രൂപ അത്ര ആയിരിക്കും. അപ്പൊ ഈ ഒരു യൂബർ ഓടുന്ന ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ വർക്കലയിൽ നിന്ന് ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്ക് 931 രൂപയ്ക്ക് തിരിച്ച് ആളിനെ കൊണ്ടിറക്കാൻ പറ്റും.
അവര് പിന്നെ സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് യൂബർ ഓടുന്ന ആളിന് ഇത് ലാഭമാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സിറ്റിയിൽ പരമ്പരാഗത ടാക്സിക്കാർക്ക് ഇത് നഷ്ടമാണ്. ഇവര് യൂബറുകാർ 931 രൂപയ്ക്ക് ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ റേറ്റിന് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റേറ്റ് കിട്ടിയാലേ അവർക്ക് മുതലാവും. അതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഇതിനി നേരെ ഞാൻ ഓടരുത്, യൂബർ ഓടരുത് എന്ന് പറയുന്ന കാര്യം യൂബർ ഡ്രൈവർമാരെടുത്താണ്. അതിന് പകരം നമുക്ക് കേരള സവാരി എടുക്കാം. എൻ്റെ കയ്യിൽ ഒല എടുക്കാൻ പറ്റത്തില്ല. ഒലയിൽ നമുക്ക് വർക്കലയിൽ നിന്ന് ട്രിപ്പ് എടുക്കാനും പറ്റത്തില്ല. ഇവിടെ ഡ്രോപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഒലയിൽ ഞാൻ ഓടണോണ്ട് പറഞ്ഞുതരാം. 2100 രൂപയാണ് എക്സൽ ട്രിപ്പ് പറഞ്ഞത്. ഇനി കേരള സവാരി എടുക്കാം. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് കൊണ്ടുവന്ന ആപ്പാണ് കേരള സവാരി. കേരള സവാരിയിൽ വർക്കലയെന്ന് നമ്മളൊരു ട്രിപ്പ് എടുക്കണം. വർക്കലയെന്ന് ഒരു ട്രിപ്പ് എടുത്ത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്യണത്. എമൗണ്ട് വരണത് ഞാൻ വർക്കലെന്ന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് വരാൻ എമൗണ്ട് പറഞ്ഞത് 1731 രൂപയാണ്. ഈ എമൗണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണമെങ്കിൽ ഒരു ഡ്രൈവർ ഈ കേരള സവാരി ഓടുന്നത് ലാഭം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വർക്കലയിൽ നിന്നും 1731 രൂപ കിട്ടിയാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കേരള സവാരി ബുക്ക് ചെയ്താലും ഈ എമൗണ്ട് സെയിം എമൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തിരുവനന്തപുരമാണ് എൻ്റെ ലൊക്കേഷൻ. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് പോവാനുള്ളത് വർക്കല. കൺഫേം ആണ്ടാ 1853 രൂപ. 100 രൂപ ഇപ്പൊ അങ്ങോട്ട് കൂടുതൽ, ഇങ്ങോട്ട് 100 രൂപ കുറവ്. 100 രൂപയുടെ വ്യത്യാസമേ പറഞ്ഞോളൂ. ആ ഒരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തിനു പറഞ്ഞാലും ഈ ഓൺലൈൻ സവാരി ഞാൻ എപ്പോഴും ലാഭം എന്നേ പറയുള്ളൂ. ഇത് കേരള സവാരിയുടെ റേറ്റാണ് ഇപ്പൊ പറഞ്ഞത്. നേരത്തെ യൂബറിന്റെ റേറ്റാണ്. യൂബറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടിയാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2000 രൂപയായിരിക്കും. അപ്പൊ ഇതാണ് ഒരു റീസൺ പറഞ്ഞത്. വർക്കല കടന്ന് പരമ്പരാഗതമായിട്ട് ഓടുന്നവർക്ക് 900 രൂപയ്ക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഓൺലൈൻകാർക്ക് അത് എടുക്കാം. അത് യൂബർ ഈ റേറ്റ് സിസ്റ്റം കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ പ്രശ്നം തീരാമെന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് ഈ മൂന്നാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാറ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് മൂന്നാർ പോകണമെങ്കിൽ 4000 സംതിങ് രൂപയായിരിക്കും റേറ്റ് കാണിക്കുന്നത്. അതിന്റെ നിയർ പകുതി ആയിരിക്കും ചിലപ്പം മൂന്നാറിന്ന് ട്രിപ്പ് എടുത്ത് കൊച്ചിയിലോട്ട് വരണത്. 2000 സംതിങ് ആയിരിക്കും കാണിക്കുന്നത്. അത് ഇതിൽ ഞാൻ അത് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതാണ് മെയിൻ റീസൺ. ഇപ്പൊ മൂന്നാറുള്ള ടാക്സിക്കാരെ ഓൺലൈൻ ടാക്സിക്കാരനെ എതിർക്കുന്നതിന് ഉള്ള ഒരു റീസൺ ഇതാണ്. അല്ലെങ്കിൽ മൂന്നാറിന്ന് ട്രിപ്പ് എടുക്കാതിരിക്കുക. മൂന്നാർ യൂബർ പോകാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂബർ ഓടണവർക്ക് ലാഭമായിരിക്കും. യൂബർ ഓടാതെ വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ യൂബർ നിർത്തി കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ കേരളത്തിൽ ഓൺലൈൻ ടാക്സിക്കാരും പരമ്പരാഗത ടാക്സിക്കാരും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ കേരള സവാരി നമുക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇതേ റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ലാഭമായിരിക്കും. പരമ്പരാഗത ടാക്സിക്കാർക്കും അതിലോട്ട് മാറാനുള്ള അവസരമുണ്ട്. അപ്പൊ റേറ്റ് ഏതായാലും ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് ഓൺലൈൻ ടാക്സിക്കാർ ഇപ്പൊ ഓടുന്നത് ഒരിക്കലും ഞാൻ നഷ്ടം എന്ന് പറയത്തില്ല. അവർക്ക് നഷ്ടമൊന്നുമില്ല, അവർക്ക് ലാഭമാണ്. ഈ ടാക്സി സ്റ്റാൻഡിൽ വണ്ടി ഇട്ടിട്ട് രാവിലെ എടുത്തിട്ടിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്ക് 1-2 ട്രിപ്പ് ഓടിച്ച് പോണേക്കാട്ടും ലാഭമാണ് ഓൺലൈൻ ആടുന്നത്. ഓൺലൈൻകാർക്ക് ഇഷ്ടം പോലെ ട്രിപ്പ് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രിപ്പുകൾ കിട്ടും. സിറ്റിയിലാണെങ്കിലും ട്രിപ്പ് കിട്ടും. അവർക്ക് ഇത് ഓടിയ വണ്ടി മുതലാക്കാൻ പറ്റും. എല്ലാവരും പറയും മെയിൻ്റനൻസ് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇല്ല, അവർക്ക് ലാഭമാണ്. ഈ ഓൺലൈൻ ആടുന്ന ഒരാളും ഇതിന്ന് മാറിപ്പോകാത്തതിന് കാരണം ലാഭം ഉള്ളതുകൊണ്ടാണ്. ലാഭം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ട്രിപ്പുകൾ പറവറ കിട്ടും. ഇപ്പൊ ആൾക്കാർ പറഞ്ഞ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും ഓടും. 10 രൂപയ്ക്കും 8 രൂപയ്ക്കും 7 രൂപയ്ക്കും 4 രൂപയ്ക്കും ഓടുന്ന ഡ്രൈവർമാരും ഉണ്ട്. അപ്പൊ അവർക്ക് ഇത് ലാഭമാണ്. ലാഭമല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത ഒരാളാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഓൺലൈൻ ടാക്സി ഓണയിൽ ആദ്യം യൂബർ ഓടിക്കൊണ്ടിരുന്നതാണ്. യൂബർ ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് വേറെ ആൾക്കാരെ മണ്ടയ്ക്കിട്ട് അടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒലയിലോട്ട് മാറി. ഒല എനിക്ക് ഇപ്പൊ ഞാൻ ഔട്ട് സ്റ്റേഷൻ എനിക്കൊരു ദിവസം 2-3 ട്രിപ്പ് കിട്ടും. ട്രിപ്പ് കിട്ടിയാൽ എനിക്ക് ലാഭവും.